CPIM പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിലെ സീതാറാം യെച്ചൂരി സമ്മേളന നഗരിയിൽ നിന്ന് ദീപക് ധർമ്മടത്തിനൊപ്പം ആർ ശ്രീജിത്ത്, ബൽറാം നെടുങ്ങാടി എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ദീപക് ധർമ്മടത്തിലേക്കാണ് ആദ്യം. ദീപക്, ആരായിരിക്കും അടുത്ത ജനറൽ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഉത്തരം പാർട്ടി കോൺഗ്രസിലുണ്ടാകും. പ്രായപരിധിയുടെ ഇളവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പിണറായി വിജയൻ അപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇളവുണ്ടാകുമോ എന്ന ചോദ്യം. കേരള ഘടകത്തിൻ്റെ സ്വാധീനം, അങ്ങനെ ഒരുപാട് ആകാംക്ഷകളുണ്ട് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട്. ദീപക് ധർമ്മടം. റീജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മധുര പാർട്ടി കോൺഗ്രസിന് ഇന്നോളം CPIMന്റെ 24 പാർട്ടി കോൺഗ്രസ്സാണ്, ഇത് 24ാമതാണ്. 23 പാർട്ടി കോൺഗ്രസിലും ഇല്ലാത്ത ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യം, ജനറൽ സെക്രട്ടറി ഇല്ലാതെ നടക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് എന്നുള്ളതാണ്. PB കോർഡിനേറ്ററുടെ നേതൃത്വത്തിലാണ് സമ്മേളനത്തിൻ്റെ നടപടികൾ നടക്കുന്നത്. മാത്രവുമല്ല, ഇതിന് കാരണമായത് ബ്രാഞ്ച് സമ്മേളന നടപടികൾ തുടങ്ങുന്ന സമയത്താണ് സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി നമ്മളെ വിട്ടുപോയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിൽ ഏറ്റവും നിർണായകമായ കാര്യം പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നുള്ളത് തന്നെയാണ്. അതിൽ എൻ്റെ ഒപ്പം ആർ ശ്രീജിത്തുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബൽറാം നെടുങ്ങാടിയുണ്ട്. ഈ രണ്ടുപേരും ഈ വിഷയം കൈകാര്യം ചെയ്ത് പരിചയസമ്പന്നരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേരള ഘടകം, പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ അംഗത്വമുള്ള മെമ്പർഷിപ്പുള്ള കേരള ഘടകം എത്രമാത്രം ഈ തീരുമാനത്തിൽ സ്വാധീനം ചെലുത്തുമെന്ന് ആദ്യം പറയാൻ സാധിക്കുക ശ്രീജിത്തിനാണ്. ശ്രീജിത്ത്, സ്വാഗതം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ പാർട്ടിയാണോ യഥാർത്ഥത്തിൽ ജനറൽ സെക്രട്ടറി ആരെന്ന് തീരുമാനിക്കുന്നതിലെ ട്രബിൾ ഷൂട്ടർ? കേരളത്തിലെ പാർട്ടിക്ക് ജനറൽ സെക്രട്ടറി ആരെന്ന തീരുമാനത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയും. 17-അംഗ പൊളിറ്റ് ബ്യൂറോയിൽ 4 അംഗങ്ങൾ കേരളത്തിൽ നിന്നാണ്. ഒപ്പം തന്നെ കേന്ദ്ര കമ്മിറ്റിയിലും നല്ല പ്രാതിനിധ്യം കേരളത്തിനുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിന് പുറത്തുനിന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയ ആളുകളും കേരളത്തിൽ മലയാളികളായ ആളുകളുണ്ട്. അപ്പോൾ ഈ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന നിർണായക ശക്തിയായി കേരളത്തിന് മാറാൻ കഴിയും എന്നത് ഇത് മാത്രമല്ല. 175 പ്രതിനിധികളാണ് പുതിയ കേന്ദ്ര കമ്മിറ്റിയെ നിശ്ചയിക്കുന്ന ഈ പാർട്ടി കോൺഗ്രസിൽ കേരളത്തിൻ്റെതായി പങ്കെടുക്കുന്നത്. അപ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടി ഘടകം എന്ന നിലയിൽ 5,67,000-ൽ പരം പാർട്ടി അംഗങ്ങളുള്ള ഘടകം എന്ന നിലയിൽ ഈ തീരുമാനത്തെ സ്വാഭാവികമായും സ്വാധീനിക്കാനുള്ള കരുത്ത്, സംഘടനാശേഷി, അഭിപ്രായ ശേഷിയൊക്കെ ഉള്ള പാർട്ടിയാണ്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്ന സമീപനവും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാകും. ആ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്ന ഒന്നായി മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ശ്രീജിത്ത്, ഞാനൊന്ന് ബൽറാമിലേക്ക് പോകണം. പക്ഷേ നമ്മളിന്ന് CC യോഗവും PB യോഗം നടക്കുന്നു, അത് കഴിഞ്ഞ് CC യോഗം നടക്കുന്നു. ഈ സമയത്ത് നമ്മൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ സുസ്മേരവദനായി കാണുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു. തൊട്ടടുത്ത് പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉണ്ടായിരുന്നു, തൊട്ട് പുറകിലെ സീറ്റിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. ഇതിൽ സംഘടനാ റിപ്പോർട്ട് ഈ പ്രാവശ്യം അവതരിപ്പിക്കുന്നത് രാഘവലുവാണ്. രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുമെന്നുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ്. PBയിൽ തീരുമാനിച്ചു, CC അത് അംഗീകരിച്ചു. ഇത് എന്തിൻ്റെയെങ്കിലും സൂചനയായി കാണാമോ? കാരണം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ച സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആയ ഒരു ചരിത്രം പാർട്ടിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബൽറാമിനോട് ചോദിക്കുന്നത്. ദീപക്, ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ അത് എന്തിൻ്റെയെങ്കിലും സൂചനയാണോ രാഘവലു സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത്തരത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സീതാറാം യെച്ചൂരിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അതൊരു സൂചനയായി നമുക്ക് കണക്കാക്കാൻ കഴിയും. കാരണം സീതാറാം യെച്ചൂരി ആ പാർട്ടി കോൺഗ്രസിൽ എത്തുന്നു. ആ ഘട്ടത്തിൽ അദ്ദേഹം ചില ഭിന്നാഭിപ്രായങ്ങൾ അദ്ദേഹം ഉയർത്തിയ ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയായിരുന്നു അത്. അവിടെ വെച്ച് അദ്ദേഹമാണ് ഈ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നു. പിന്നീട് ആ പാർട്ടി കോൺഗ്രസിൽ ജനറൽ സെക്രട്ടറിയായി സീതാറാം യെച്ചൂരി എത്തുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം രാഘവലുവിനെയാണ് ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് സജീവമായി ചർച്ചയിലുള്ള പേരുകളിൽ ഒന്നാണ്. ഒപ്പം തന്നെ മലയാളിയായ MA ബേബി, കേരള ഘടകത്തിൽ ഭാഗമായ MA ബേബിയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. കിസാൻ സഭ ജനറൽ സെക്രട്ടറി ആയ അശോക് ധാവളയുടെ പേര് ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പേരുകളിൽ ഒന്നാണ് അദ്ദേഹത്തിൻ്റെത് എന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. എന്നാൽ ഈ ചർച്ചകൾ ഈ പാർട്ടി കോൺഗ്രസ് നഗരിയിൽ സജീവമായി തന്നെ ആര് അടുത്ത ജനറൽ സെക്രട്ടറി എന്ന ചർച്ചകൾ തന്നെയാണ്. അപ്പോഴെല്ലാം നേതാക്കൾ പറയുന്ന മറുപടി ചർച്ചകളിലായിരിക്കും ഇക്കാര്യങ്ങൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. ഞാനൊന്ന് ഇടപെടാം. ഇന്ന് നമ്മൾ നേതാക്കളോടെല്ലാം സംസാരിക്കുമ്പോൾ അത് 6-ാം തീയതി അറിയാം എന്നാണ് പറയുന്നത്. MA ബേബിയും നമ്മളോട് അല്പം മുമ്പ് സംസാരിച്ചു, അതൊക്കെ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതാണെന്നാണ് പറയുന്നത്. ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള സാധ്യത ആർക്കാണ് കൂടുതൽ? നിലവിലെ സാഹചര്യത്തിൽ ഈ നേതാക്കൾ പറയുന്ന മറുപടി എന്നുള്ളത് തന്നെയാണ്. ഇത്തരം ഒരുപാട് സമവാക്യങ്ങൾ ഇപ്പോൾ ഈ സമ്മേളന നഗരിയുടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അംഗങ്ങൾ, പ്രതിനിധികൾ, ഒപ്പം തന്നെ മറ്റ് ആളുകൾ എല്ലാം തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ ചില നേതാക്കൾക്ക് ഇളവ് നൽകിയേക്കുമെന്ന സൂചനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പ്രകാശ് കാരാട്ടിന് ഇളവ് നൽകിയേക്കും എന്നുള്ള സൂചനയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും പ്രകാശ് കാരാട്ടിന് ഇളവ് ലഭിച്ചേക്കും എന്ന സൂചന സജീവമായി നിലനിൽക്കുന്നു. അതിൽ കൂടുതൽ ആർക്കെങ്കിലും ഇളവുണ്ടാകുമോ എന്ന തരത്തിലുള്ള ചർച്ചകൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവരിൽ ഒരാൾ ജനറൽ സെക്രട്ടറി ആകുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതിനെല്ലാം ഉത്തരം പാർട്ടി കോൺഗ്രസിലെ ചർച്ചകളിൽ തന്നെയായിരിക്കും തീരുമാനിക്കപ്പെടുക. ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, MA ബേബി ജനറൽ സെക്രട്ടറി ആകും എന്നുള്ള വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി.
പക്ഷേ ആ വാർത്തയ്ക്ക് ഒരു ഡിമിനിഷിംഗ് ആണോ അതോ മുന്നോട്ട് കയറുകയാണോ അത് വരുന്നത്? എം എ ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഏറ്റവും അനുയോജ്യനായ നേതാക്കന്മാരിൽ ഒരാളാണ്. എന്നാൽ ഇപ്പോൾ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ട BV രാഘവലു ഇപ്പോൾ സ്ഥാനം 75 വയസ്സ് പ്രായം പിന്നിട്ട 7 പേർ പോളിറ്റ് ബ്യൂറോയിലുണ്ട്. അവർ കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും ബേബിയേക്കാൾ സീനിയറായ നേതാവാണ് BV രാഘവലു. എന്നാൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഇപ്പോൾ പാർട്ടിക്ക് താരതമ്യേന ശക്തി കുറവുള്ള ആന്ധ്രാപ്രദേശിനെയാണ്. മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ ചില സംഘടനാപരമായ പ്രശ്നങ്ങളെയും മറ്റും തുടർന്ന് അദ്ദേഹത്തിന് അടുത്ത കാലത്ത് ചില വൈഷമ്യങ്ങൾ പാർട്ടിക്കകത്ത് നേരിടുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ BV രാഘവലുവിൻ്റെ കടന്നുവരവിന് മുന്നോട്ട് വെക്കാൻ തക്ക സംഘടനാ പിന്തുണ ആന്ധ്രാപ്രദേശിൽ നിന്നോ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നോ ലഭിക്കുക പ്രയാസമാണ്. അവിടെയാണ് ബൃന്ദ കാരാട്ടിൻ്റെയും ഒപ്പം തന്നെ ബേബിയുടെയും പേര് ഏറ്റവും സജീവമായി പരിഗണിക്കപ്പെടുന്നത്. അവിടെ ബേബിക്കും ബൃന്ദയ്ക്കും ഒരുപോലെ സാധ്യതയുണ്ട്. കേരള ഘടകത്തിൻ്റെ പിന്തുണ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർലോഭമായ പിന്തുണയുണ്ടെങ്കിൽ MA ബേബി ജനറൽ സെക്രട്ടറി ആകാൻ ഉള്ള സാധ്യതയാണ് കൂടുതൽ. താങ്ക് യു ശ്രീജിത്ത്. ഏതായാലും ഒരു കാര്യം കൃത്യമായി പറയാൻ സാധിക്കും, MA ബേബി ജനറൽ സെക്രട്ടറി ആവുകയാണെങ്കിലും രാഘവലു ആവുകയാണെങ്കിലും അതിൽ കേരളത്തിലെ ഘടകത്തിൻ്റെ നിർണായകമായ പിന്തുണ ലഭിച്ചേ മതിയാകൂ. അതിലൊരു പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ MV ഗോവിന്ദൻ മാസ്റ്ററുടെ തീരുമാനം, A വിജയരാഘവൻ്റെ തീരുമാനം കേരള ഘടകത്തിന് നിർണായകമായ പങ്കുണ്ടായിരിക്കുമെന്ന് തീർച്ചയാണ്.